ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DL അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഈ വർഷത്തെ DL കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ എല്ലാ അപ്ഡേറ്റുകളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷം അറിയിച്ചതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷവും DL വിവിധ ജില്ലകളിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി അപേക്ഷ കൊടുത്തതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്താണെന്നാണ് വിദ്യാർത്ഥികൾ പ്രധാനപ്പെട്ട സംശയം. അതിന് മുന്നോടിയായിട്ട് DL കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ DL ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഫുള്ളായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിരന്തരം മറ്റൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രൂപ്പിൽ തന്നെ പല വിദ്യാർത്ഥികളും ഓരോ ജില്ലയിലെയും ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പറയാനുള്ളത് DL എന്ന് പറയുന്ന കോഴ്സ് തികച്ചും ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഓഫ്ലൈനായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളും അതേപോലെ തന്നെ വിവിധ DD ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷനാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വരെ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് ക്രോഡീകരിച്ച് നമ്മുടെ ഈ ഒരു ചാനലിൽ വിദ്യാർത്ഥികളെ ഇൻഫർമേഷൻ അറിയിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ വർഷം വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ വിദ്യാർത്ഥികൾ നിരന്തരം ചോദിച്ചുകൊണ്ട് വീണ്ടും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഏകദേശം 2-3 വാട്സപ്പ് ഗ്രൂപ്പുകൾ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗത്വം എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ വീണ്ടും എടുക്കരുത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ DL ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ ഗ്രൂപ്പിൽ പബ്ലിക് ആക്കിയിട്ടാണ്, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും മെസ്സേജ് അയക്കാൻ സാധിക്കുന്ന രീതിയിൽ പബ്ലിക്കായിട്ടാണ് ഗ്രൂപ്പിൻ്റെ സെറ്റിംഗ്സ് ആക്കിയിട്ടുള്ളത്. അതായത് മറ്റുള്ള ചർച്ചകളൊന്നും നടത്താതെ പരമാവധി DL കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ മാത്രം വിദ്യാർത്ഥികൾ പരസ്പരം ഷെയർ ചെയ്യുക. അതിനുവേണ്ടി മാത്രം നമ്മുടെ ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. ഇനി നമുക്ക് DL കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് DL അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇനിയും ഏതെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക. അതായത് 18-ാം തീയതി വരെയാണ് അപേക്ഷയുടെ അവസാന തീയതി. പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുമ്പിൽ 2 ദിവസം കൂടിയുണ്ട്. അഥവാ ഇന്നോ നാളെയോ അയക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പരമാവധി സ്പീഡ് പോസ്റ്റ് വഴി തന്നെ നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. ഇനിയല്ല, നിങ്ങൾ 18-ാം തീയതി അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥിന് യാതൊരു പ്രശ്നവുമില്ല. നേരിട്ട് നിങ്ങളുടെ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് എവിടെയാണോ അവിടെ നേരിട്ട് പോയിട്ട് നിങ്ങൾ 18-ാം തീയതിയിലുള്ളിൽ കൊടുത്താൽ മതി. ഇനി ഇന്നും നാളെയും അയക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്പീഡ് പോസ്റ്റ് വഴി അയച്ചാൽ പരമാവധി 18-ാം തീയതിക്കുള്ളിൽ തന്നെ അവിടെ എത്തുന്നതായിരിക്കും. ഇനി അല്ലാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് നേരിട്ട് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അതിനുള്ള സമയം ലാസ്റ്റ് ഡേറ്റ് 18-ആണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഓരോ ജില്ലയിലെയും നിലവിലത്തെ സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ അപേക്ഷ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം DL കോഴ്സിൻ്റെ ഡിമാൻഡ് 100% വർദ്ധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ DL കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? അതായത് നിലവിൽ വിദ്യാർത്ഥികൾ 18-ാം തീയതി വരെ അപേക്ഷ കൊടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ആപ്ലിക്കേഷൻസ് അതത് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് കൃത്യമായിട്ട് പരിശോധിച്ച് എല്ലാ രേഖകളും, അതായത് +2 സർട്ടിഫിക്കറ്റ്, അതേപോലെ നമ്മൾ 3-ൽ കൂടുതൽ ചാൻസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ +2 1-2 ചാൻസ് തന്നെ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സുകളും കൃത്യമായിട്ട് സമർപ്പിച്ച് അപേക്ഷാ ഫോം DD എടുക്കേണ്ടവർ DD എടുത്ത്, അതായത് സെൽഫ് ഫിനാൻസിൽ DD എടുക്കേണ്ടവർ DD എടുത്തിട്ടുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിൽ കോഡ് ഫീസ് സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ അപേക്ഷയും കൃത്യമായിട്ട് DD ഓഫീസ് 18-ാം തീയതിക്ക് ശേഷം അത് കൃത്യമായിട്ട് പരിശോധിക്കുകയും ഇനി അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുള്ള വിദ്യാർത്ഥികളുടെ ഡാറ്റ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഫോം DD ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം അത് എല്ലാ ഡാറ്റകളും അത് PSC ഓഫീസിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതായത് ഓഫ്ലൈൻ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അതേ സിസ്റ്റം തന്നെയായിരിക്കും ഈ വർഷം. അതിൽ പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യം ഉണ്ടാവുക. ഇനി ചില ജില്ലകളിൽ മാത്രം, കാരണം ഞാൻ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അപേക്ഷ കൊടുക്കുമ്പോഴേക്ക് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ചില വിദ്യാർത്ഥികളൊക്കെ അപേക്ഷാ ഫോമിൽ മിസ്റ്റേക്ക് വരുത്തി ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. കുറച്ച് സമയം മുമ്പും ഒരു വിദ്യാർത്ഥി ചോദിച്ച സെയിം സംശയമാണ്. കാരണം പലപ്പോഴും വിദ്യാർത്ഥികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരുപാട് മറ്റു വർക്കുമായി ബന്ധപ്പെട്ട് തിരക്കായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ചില സമയങ്ങളിലൊക്കെ ഫ്രീ ഉള്ള സമയത്താണ് വിദ്യാർത്ഥികൾ കോൾ എടുക്കാറുള്ളത്. ആ സമയത്ത് എടുക്കുന്ന കോളുകളൊക്കെ ഇത്തരത്തിലുള്ള സംശയങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ ഓഫ്ലൈനാണ്, അത് നിങ്ങൾ അക്ഷയയിൽ അല്ലെങ്കിൽ മറ്റുള്ള ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ടല്ല കൊടുക്കേണ്ടത്.
അത് പല വിദ്യാർത്ഥികളും പറഞ്ഞ ഏറ്റവും രസകരമായ കാര്യം, ഞങ്ങൾ അക്ഷയയിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സെൻറ്ററിൽ പോയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപേക്ഷാ ഫോം ഫില്ല് ചെയ്തു. ഇത് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആണെന്ന് എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്ത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ല് ചെയ്ത് ഇനി ഈ ഓപ്ഷൻ മാറ്റാൻ പറ്റും എന്നൊക്കെയാണ് സംശയം. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചില ജില്ലകൾ മാത്രം വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം ചില ജില്ലകൾ മാത്രം, 1-2 ജില്ലകൾ മാത്രമാണ് കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും ജില്ലയുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ജില്ലയിലെ പത്രത്തിൽ കൃത്യമായിട്ട് അറിയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 99% നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് തന്നെ നിങ്ങൾ കരുതുക. കാരണം നമ്മൾ ഓൾറെഡി അപേക്ഷ കൊടുത്തു, ഇനി അതിൽ പ്രധാനമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല, തികച്ചും ഓഫ്ലൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ഡാറ്റ PSC ഓഫീസിന് കൈമാറുകയും അതിനുശേഷം PSC കൃത്യമായിട്ട് വിദ്യാർത്ഥികളുടെ മാർക്കിനെയും അതേപോലെ സംവരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റ് അതത് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് PSC ഓഫീസിൽ നിന്ന് വീണ്ടും തിരിച്ചയക്കുകയും അതിനുശേഷം ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഓഫീസിൽ നിന്നും കൃത്യമായിട്ട് ആ PSCയിൽ നിന്ന് ലഭിച്ച റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് തീരുമാനിക്കും. ആ ഇൻ്റർവ്യൂ ഡേറ്റ് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് ഇൻ്റർവ്യൂ കാർഡ് അല്ലെങ്കിൽ അവരെ കോൾ ചെയ്ത് അവരെ ഇൻഫർമേഷൻ അറിയിക്കും. അതേപോലെ റാങ്ക് ലിസ്റ്റ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അതത് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മുടെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ നമ്മുടെ ചാനൽ തന്നെ ഓരോ ജില്ലയുടെയും പരമാവധി ഓരോ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് വന്ന സമയവും അതേപോലെ റാങ്ക് ലിസ്റ്റിൻ്റെ PDF കോപ്പിയും നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതേപോലെ വിദ്യാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് അതത് ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കുവാനും കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ മറ്റുള്ള ചർച്ചകളും നടത്താതെ ഓരോ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇടുക്കി ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു PDF ഫോം അത് ഓരോ ജില്ലയിലും വിദ്യാർത്ഥി നമ്മുടെ ഗ്രൂപ്പിലിട്ട് അപ്ഡേറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തതുപോലെ തന്നെ വിദ്യാർത്ഥികൾ വളരെ സ്പീഡിൽ തന്നെ ഈ പറയുന്ന ഇൻഫർമേഷൻ ഈ രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ ഓരോ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് അതത് ജില്ലയുടെ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിൽ പ്രസിദ്ധീകരിക്കും, കൂടാതെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരമാവധി പത്രമാധ്യമങ്ങൾ കൂടി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ ഇൻഫർമേഷൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻ്റർവ്യൂ ഡേറ്റും ടൈമും, അതായത് സയൻസ് വിഭാഗം ഇൻ്റർവ്യൂ, കൊമേഴ്സ് വിഭാഗം ഇൻ്റർവ്യൂ, ഹ്യൂമാനിറ്റീസ് വിഭാഗം ഇൻ്റർവ്യൂ, ഈ 3 വിഭാഗത്തിന് സെപ്പറേറ്റ് ടൈമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. അതുകൊണ്ട് സയൻസ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു സമയമായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിൽ നിന്ന് അവർ തീരുമാനിക്കുന്ന സ്ഥലത്തായിരിക്കും ഇൻ്റർവ്യൂ നടക്കുക. അതേപോലെ ഗവൺമെൻറ് എയ്ഡ്, ഫോർ എക്സാമ്പിൾ രാവിലെ ആണെങ്കിൽ സെൽഫ് ഫിനാൻസ് ഉച്ചക്കായിരിക്കും. അതൊക്കെ ഓരോ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബന്ധപ്പെട്ട അവരുടെ ഏറ്റവും അടുത്തുള്ള ഒരു കോളേജിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ നടക്കുക. അതിൻ്റെയൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ പരമാവധി നമ്മുടെ ചാനലിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം നിലവിൽ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതൊക്കെ കുറച്ച് ടൈം എടുക്കും, കാരണം തീർത്തും ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ടൈം എന്ന് വെച്ചാൽ അതായത് റാങ്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നു, വീണ്ടും തിരിച്ച് അയക്കുന്നു, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു, അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഇൻ്റർവ്യൂ കാർഡ് അയക്കുന്നു, അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനൗൺസ് ചെയ്ത് ഇൻ്റർവ്യൂ നടത്തുന്നു. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരമാവധി ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആകുവാൻ ഈ വർഷം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടങ്ങളിലും അപ്ഡേറ്റ് ഇനി അങ്ങോട്ടുള്ള കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ 2 ദിവസം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അതേപോലെ ഏതെങ്കിലും ജില്ലയിൽ എഡിറ്റ് ഓപ്ഷൻസ് നൽകുകയാണെങ്കിൽ അത് ആ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കലാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഉദാഹരണത്തിന് സയൻസ് വിഭാഗം, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സെപ്പറേറ്റ് ആയിട്ട്, ഗവൺമെൻറ് എയ്ഡ് സെപ്പറേറ്റ്, സെൽഫ് ഫിനാൻസ് സെപ്പറേറ്റ്, ആ രീതിയിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതിൽ ഏറ്റവും മുകളിൽ അതായത് ഒരു കോളേജിലെ സീറ്റിനനുസരിച്ച് ഷുവർ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇൻ്റർവ്യൂ കാർഡ് വരിക. കാരണം വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലുള്ള ഓരോ കാര്യങ്ങളും ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാ അപ്ഡേറ്റുകളും വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ പരമാവധി അറിയിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ നിങ്ങൾ കൃത്യമായിട്ട് എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. എന്നാൽ മാത്രമാണ് നമ്മുടെ അപ്ഡേറ്റ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് ചാനൽ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോ സന്ദേശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കേവലം DLED മാത്രമല്ല മറ്റു പല കോഴ്സുകളുടെയും എല്ലാ അപ്ഡേറ്റുകളും DLED പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള മറ്റു സാധ്യതകൾ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സാധ്യതകൾ എല്ലാം നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ പരമാവധി സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.